ആധിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിട്ടും ഉണ്ടാകുന്ന സങ്കടങ്ങളെ ആ സകലവും തന്നെ യഥാവലെ ദൂരത്തിങ്കൽ നീക്കിക്കളഞ്ഞ് ലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തെങ്കിലേക്ക് ശ്രേയസ്സായി അദ്ദേഹത്തിന് എന്നോട് ലേശം ഒരു സ്നേഹമുള്ളതുകൊണ്ടല്ലേ തന്നത്. ഗുലിയം മേടിച്ചു, അടയാളവാക്കം ശ്രദ്ധിച്ച് ഭഗവാനെ വന്ദിച്ച് ദേവിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. പല ദിക്കിലും സഞ്ചരിക്കലുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ലങ്കയില് സീതാദേവി ഉണ്ട് എന്നുള്ള കഥ സമ്പാദി പറഞ്ഞ് അറിയാനായിട്ട് സാധിച്ചു. ഇനി വേറെ എവിടെയും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലങ്കയിൽ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലേക്ക് എത്തണം. അങ്ങനെ എത്ര ദൂരം സഞ്ചരിക്കണം? ഇക്കരെ മുതല് ലങ്കയിൽ എത്തുന്നത് വരെ 100 യോജന നീളമുണ്ട്. 100 യോജന നീളത്തിലുള്ള സമുദ്രം ചാടിക്കടന്നാലേ ലങ്കയിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. യുവരാജാവായി നിന്റെ ജഗതം ചോദിച്ചു, ഓരോരുത്തരോടും ചോദിച്ചു, കുട്ടി കുറയ്ക്കാറുണ്ട്.